ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ കുറച്ച് നാളുകളായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാറില്ല. കുറച്ച് തിരക്കിലും കാര്യങ്ങളായിരുന്നു, ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോ ഇന്ന് നമ്മള് വളരെ വിഷമത്തോടെ തന്നെയാണ് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് വന്നത്. അതായത് നാളെ ആയിരുന്നു മോന്റെ ഓപ്പറേഷൻ ഡേറ്റ് തന്നത് കേട്ടോ. അപ്പോ നമ്മൾക്ക് മെയ് 21 ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു 20 അഡ്മിറ്റ് ആവണം. അതായത് ഇന്ന് അഡ്മിറ്റ് ആവണം. 21 ഓപ്പറേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങള് അതിന് മുമ്പ്, അതായത് ഓപ്പറേഷന് മുമ്പ് മെയ് ആദ്യത്തെ ആഴ്ചയില് ഡോക്ടറെ കാണാനായിട്ട് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച അതിന് വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പോയപ്പോ ഉണ്ണിയുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇത്രയും കാലം എന്നിട്ട് അവിടെ മെഷീൻസും കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ആയിരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. അപ്പൊ അവിടെ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കേസസ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. കുറെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഡിലേറ്റ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ ചെയ്ത് വന്നിട്ട് അങ്ങനെയാണ് പിന്നെ നമ്മളുടെ ഒരു 2-3 മാസം കൂടി പിടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കത് വളരെ സങ്കടകരമാണ്. ഞങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് തൃശ്ശൂര് നിക്കണത്. അപ്പോ ഈ ഒരു കാര്യത്തിന് അപ്പൊ നാളെ നടക്കാനിരുന്ന ഓപ്പറേഷൻ ഇപ്പോ നടക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എടുക്കുമെന്നാണ് പറഞ്ഞത്. അത് അറിയത്തില്ല. അപ്പൊ നമ്മുടെ അടുത്ത് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിന്റെ അവിടെ പോയിട്ട് നിങ്ങളുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാനായിട്ട്. അപ്പോ ഫോൺ നമ്പർ കൊടുക്കുക. അപ്പൊ ഒരു ഡേറ്റ് ആവുമ്പോ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോ അതിനനുസരിച്ച് അപ്പൊ എന്നാണ് ഇനി ഓപ്പറേഷനും കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഒരു വിഷമം എന്ന് വെച്ചാല് അവന് 3.25 വയസ്സായി. നമ്മൾ ഇതുവരെ അവനെ പ്ലേ സ്കൂളിലോ അംഗനവാടിയിലൊന്നും ചേർത്തിട്ടില്ല. നമ്മള് ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ, അതായത് ഇപ്പൊ ഉണ്ണിക്ക് അങ്ങനെയുള്ള ഒരു ഇതുള്ളത് കാരണം തന്നെ മറ്റേ അവിടെയൊക്കെ അംഗനവാടിയിലും പ്ലേ സ്കൂളിലൊക്കെ അവർക്ക് നോക്കുമ്പോ ചെറിയ ബുദ്ധിമുട്ട് എങ്ങനെ ആയാലും എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആക്കാതെ. അപ്പോ നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഉണ്ണി എനിക്ക് 3 വയസ്സ് കഴിഞ്ഞില്ലേ, അംഗനവാടിയിലെ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലൊക്കെ ആക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കെല്ലാം അറിയുള്ളൂ. നമുക്ക് ആ ഒരു വിഷമം എന്താ പറയണ, എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല അല്ലോ. പക്ഷെ നിങ്ങളോട് ഞങ്ങള് നമ്മുടെ ഒരു ഫാമിലി എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ ഒരു കാര്യം ഷെയർ ചെയ്യണത്. അതല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോ പിന്നെ ഹോസ്പിറ്റലുകൾക്ക് അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോ പറ്റുന്നതുപോലൊക്കെ ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇതിനും നമ്മുടെ സപ്പോർട്ട് മാത്രമല്ല, നമ്മുടെ ഉണ്ണിയുടെ കാര്യത്തില് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ. ഇപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അത്രയും വിഷമം നമുക്ക്, അതായത് നമുക്ക് ഇപ്പോ ഭയങ്കര ടെൻഷനാണ്. ഈ ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിയാത്തത് കൊണ്ട് ഭയങ്കര ടെൻഷനാണ്. ഇനി അത് എന്താകുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. വല്ല കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വന്നാലേ കഴിഞ്ഞാലും അത് നമുക്കൊരു ബുദ്ധിമുട്ടും വിഷമൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്നും അങ്ങനെ ആവാതെ നല്ല രീതിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് എന്താ പറയുക നോർമലായിട്ട്. അപ്പൊ എല്ലാരും പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്ക് ഉണ്ടാവണം കൂടെ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇപ്പോഴും ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസിന് ഇപ്പോഴും എന്താ പറയണ, ഞങ്ങൾ വീട്ടുകാര് പോലും ഒരു സപ്പോർട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൊന്നും തരുന്നത് നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളെ കാണാതെ നമ്മളെ ഇതിലെ കൂടെ കണ്ടിട്ട് സപ്പോർട്ട് തരുന്നവരോ അവരുടെ നമ്മളെ നേരിട്ട് നമ്മളെ അറിയാവുന്നവരോ ഒന്നും നമ്മളെ ഇത് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ട് പോലും ഇല്ല. എപ്പോഴും നെഗറ്റീവ് അടിക്കാൻ തന്നെയാണ് എല്ലാവർക്കും സമയമുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾക്ക് എന്താ പറയണേ, അതെ നമ്മള് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യണം. പിന്നെ വീഡിയോസ് ഇപ്പൊ ചെയ്യാൻ പറ്റാത്തത്, ഒരുപാട് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നാമത്തില് ഒന്നെങ്കിൽ 2 ഉണ്ണികളുള്ള കാരണം സൗമ്യക്ക് അവരുടെ കാര്യങ്ങളായിട്ട് നോക്കണം. പിന്നെ ഞാൻ ജോലിയില് പോകും. അങ്ങനെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണില്ല. അപ്പൊ പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാം.
അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. പിന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.